വിഴിഞ്ഞം തുറമുഖത്തെ MSC കമ്പനിയുടെ സ്വകാര്യ നിക്ഷേപത്തിൽ സർക്കാർ അനുമതി തേടി അദാനി പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കത്ത് കൈമാറി. അതേസമയം ഓഹരി കൈമാറ്റത്തെക്കുറിച്ച് പരിശോധിക്കാൻ സർക്കാർ എംപവേർഡ് കമ്മിറ്റിയെ നിയോഗിച്ചു. അതേസമയം ഓഹരി കൈമാറ്റം കേരള താൽപര്യത്തിന് വിരുദ്ധമെന്ന് പിണറായി വിജയൻ വ്യക്തമാക്കി. സർക്കാരിന്റെ അനുമതിയില്ലാതെ എങ്ങനെ നീക്കം നടന്നുവെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് MSC കമ്പനി നടത്താൻ പോകുന്ന നിക്ഷേപവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ചോദ്യോത്തരങ്ങൾക്കും വിമർശനങ്ങൾക്കും ഒക്കെ പിന്നാലെയാണ് ഇതുമായി ബന്ധപ്പെട്ട് അദാനി ഗ്രൂപ്പ് തന്നെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് കത്ത് കൈമാറിയിരിക്കുന്നത്. ഈ കരാറിൽ ഏർപ്പെടുന്നതിന് അനുമതി തേടിയാണ് ഈ കത്ത് അയച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട വിശദമായ പഠനത്തിന് വേണ്ടി, അതായത് ഇത്തരത്തിൽ നിക്ഷേപം നടത്താൻ MSCയെ അനുവദിച്ചാൽ അത് ഉണ്ടാക്കാൻ ഇടയുള്ള മറ്റ് വികസന സാധ്യതകളെക്കുറിച്ചും വെല്ലുവിളികളെക്കുറിച്ചും പഠിക്കാൻ ഒരു എംപവേർഡ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം സഭയിൽ ഉന്നയിച്ച അതേ ആശങ്കകൾ തന്നെ പ്രതിപക്ഷം വീണ്ടും ഉന്നയിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഈ ഓഹരി കൈമാറ്റം നിയമവിരുദ്ധമായിട്ടാണ് എന്ന് തന്നെയാണ്. അതായത് ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാനുള്ളൊരു നീക്കത്തിലേക്ക് പ്രതിപക്ഷം കടക്കുകയാണ്. ഇതിന് പിന്നിൽ മറ്റ് ചില അജണ്ടകളുണ്ട് എന്നാണ് LDFിൻ്റെ ആക്ഷേപം. കഴിഞ്ഞ ദിവസം സഭയിലും അക്കാര്യം അവർ പങ്കുവച്ചിരുന്നു. മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനത്തെ തടസ്സപ്പെടുത്തുന്ന തരത്തിലേക്ക് വികസനം അനുവദിക്കില്ല എന്ന നിലപാടിലാണ് LDF. അദാനി വിഴിഞ്ഞം പോർട്ടിന്റെ 49% ഓഹരികൾ, അതായത് 13,220 കോടി രൂപയുടെ ഓഹരികൾ ബഹുരാഷ്ട്ര കുത്തക കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് MSC കൈമാറുന്നതിന് നീക്കം നടക്കുകയാണ്. അത് അദാനി ഗ്രൂപ്പ് തന്നെ വെളിപ്പെടുത്തിയതാണ്. നമ്മുടെ കൺസെഷൻ അഗ്രിമെന്റ് പ്രകാരം 25% കൂടുതൽ ഓഹരി കൈമാറ്റം നടക്കണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അംഗീകാരം ആവശ്യമാണ്. ശ്രദ്ധിക്കണം കേട്ടോ, സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരമല്ല, സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അംഗീകാരം ആവശ്യമാണ്. ക്ലോസ് 5(3) പ്രകാരം അത്തരമൊരു കൈമാറ്റത്തിന് കേരള സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണ് എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ മുൻകൂർ അനുമതി ലഭ്യമാക്കാതെ സ്വന്തം നിലയിൽ നടത്തിയ ഓഹരി ഇടപാട് നിയമവിരുദ്ധമാണ്, കരാർ ലംഘനമാണ്. അതേസമയം പ്രാഥമികമായ നടപടിക്രമങ്ങൾ മാത്രമാണ് ഈ സ്വകാര്യ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചിരിക്കുന്നത് എന്നാണ് അദാനി ഗ്രൂപ്പ് നൽകുന്ന സൂചനകൾ. സെബിയുടെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക അനുമതി ലഭിച്ചതിന് പിന്നാലെ അത് പരസ്യപ്പെടുത്തുകയാണ് ചെയ്തത്. സ്വാഭാവിക നടപടിക്രമത്തിന്റെ ഭാഗമായാണ് പിന്നീട് സംസ്ഥാന സർക്കാരിന്റെ കത്ത് കൈമാറിയിരിക്കുന്നത്. സർക്കാർ അതുമായി ബന്ധപ്പെട്ട അനുമതി നൽകിയാൽ അപ്പോഴും കാര്യങ്ങൾ പൂർത്തിയാകുന്നില്ല. അവിടെ നിന്ന് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി വാങ്ങണം. കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി കൂടി വാങ്ങിയാൽ മാത്രമേ ഏതാണ്ട് ഒരു 6 മാസം വരെ, 3 മാസം മുതൽ 6 മാസം വരെ സമയപരിധിക്കുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ നിക്ഷേപം നടത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാകുകയുള്ളൂ. ഇപ്പോൾ ഉയർന്നു വരുന്ന ആശങ്കകൾ അത് കൃത്യമായി പരിഹരിക്കുന്നതിനുള്ള, അതിൽ വ്യക്തത വരുത്തുന്നതിനുള്ള നീക്കങ്ങൾ അദാനി ഗ്രൂപ്പും ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം ഈ പ്രതിപക്ഷം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന വിമർശനങ്ങൾ അതിൽ പാർട്ടി നേതൃത്വത്തിൻ്റെ, അതായത് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നിലപാട് എന്താകും എന്നതും പ്രസക്തമായ ഒരു കാര്യമാണ്. കഴിഞ്ഞ അടുത്തിടെ ഉണ്ടായ പല പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലും പാർട്ടിയും മുഖ്യമന്ത്രിയും 2 ദിശകളിൽ അഭിപ്രായം പറയുന്നത് കണ്ടതാണ്. സമാനമായ തരത്തിൽ വിഴിഞ്ഞത്തെ സ്വകാര്യ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും എന്ത് നിലപാടെടുക്കും എന്നതും ശ്രദ്ധേയമായി മാറുകയാണ് ഈ ഘട്ടത്തിൽ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.